ഈ മാങ്ങാ മാസത്തിലെ വൈറലായിക്കൊണ്ടിരിക്കുന്ന മാംഗോ മസ്താനി. പേര് കേൾക്കുമ്പോൾ രാജകീയ പ്രൗഢിയൊക്കെ ഉണ്ടല്ലേ. പക്ഷേ ഇതൊരു സാധാരണക്കാരൻ്റെ ഐറ്റമാണ് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാകുന്ന ഐറ്റം വെച്ചിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാവിഷായിട്ട് നല്ല റിച്ചായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല പഴുത്ത മാമ്പഴമാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ വേറെ ലെവലാട്ടോ. ഈ മാങ്ങാമാസത്തിൽ ഈ വൈറലായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നഷ്ടമായി തീരും കേട്ടോ. കാരണം നമ്മളിത് ഉണ്ടാക്കുമ്പോൾ വിചാരിക്കും ഇത്ര ഐറ്റം വെച്ചിട്ട് ഇത്രയും വലിയ ടേസ്റ്റ് കിട്ടുമെന്ന് കേട്ടോ. പക്ഷെ ഉണ്ടല്ലോ, ഇത് കുടിച്ച് നോക്കണം, അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയുള്ളൂ. നല്ല കൂളായിട്ട് വേണം ഇത് കുടിക്കാനായിട്ട്. ഇച്ചിരി തിക്കിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. നല്ല പഴുത്ത മാമ്പഴമാണ് ഇതിന് വേണ്ടി എടുക്കേണ്ടത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, സെർവിങ് ഗ്ലാസ്സിലേക്ക് നമ്മുടെ ക്രഷ് ചെയ്തിട്ടുള്ള മാംഗോ അതിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മേലേക്ക് നമ്മുടെ വാനില ഐസ്ക്രീം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം എടുക്കാം കേട്ടോ. എനിക്ക് കിട്ടിയത് വാനില ഐസ്ക്രീം ആയതുകൊണ്ട് ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലേക്ക് കുറച്ച് മാംഗോ കഷ്ണങ്ങൾ ഇട്ടിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ടാറ്റാ.